ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ നോമ്പ് രണ്ടാമത്തെ നോമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 2:30 ആയപ്പോൾ, ഉച്ചയ്ക്ക് 2:30 ആയപ്പോൾ നമ്മൾ വേഗം കിച്ചണിലൊക്കെ കയറി പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ കയറി പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ നമ്മൾ എണ്ണക്കടി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മോമോസിനുള്ള സോസൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ അടുപ്പിലിട്ടിട്ട് വേവിച്ച് പിന്നെ അത് നമ്മളൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ആക്കി. അപ്പോൾ നമ്മുടെ സോസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ പിന്നെ നമ്മളിന്ന് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് അതൊക്കെ ഒന്ന് നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ തന്നെ നമ്മുടെ കുറേ പണികൾ വേഗം കഴിയും കേട്ടോ. അധികം പണികളൊന്നുമില്ലല്ലോ, ഒഴിച്ചു കൊടുക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വേഗം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇഡ്ഡലിക്കുള്ള സാമ്പാറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് മോമോസ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ മോമോസിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിയൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് കുഴച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മൾ ചിക്കൻ മോമോസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മൾ നെക്സ്റ്റ് എന്തെങ്കിലും വേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മസാല ബോണ്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ. അതിൻ്റെ മാവും മസാല ബോണ്ടൊക്കെ ഉണ്ടാക്കാനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചു. നമ്മുടെ സോസ് നമ്മൾ റെഡിയാക്കി വെച്ചത് അതൊരു പാത്രത്തിലേക്കൊക്കെ ആക്കിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മൾ വേഗം മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് നമ്മൾ ഓരോന്നോരോന്ന് അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായിട്ട് നമ്മൾ മൊരിപ്പിച്ചെടുത്തു. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് സ്റ്റീം ചെയ്ത് ഉണ്ടാക്കുന്നതൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഒന്നും കൂടി ഇഷ്ടം. അപ്പോൾ അത് ഓരോന്നോരോന്ന് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കോരിയെടുത്തു. അപ്പോൾ ഇത് മോമോസ് ആയതിനു ശേഷം പിന്നെ ആ എണ്ണയിൽ തന്നെ നമ്മൾ മസാല ബോണ്ട ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ മോമോസൊക്കെ നമ്മൾ കോരിയെടുത്തു. പിന്നെ ആ എണ്ണയിൽ തന്നെ നമ്മൾ മസാല ബോണ്ടൊക്കെ ഉള്ളത് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ഓരോന്ന് നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ നന്നായിട്ട് മൊരാന്ന് വന്നപ്പോൾ നമ്മൾ പിന്നെ അതൊക്കെ വാരിയെടുത്തു കേട്ടോ. ഇന്ന് നമ്മുടെ പണികളൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് തീർന്നു എല്ലാ പണികളും. ഇന്ന് നമുക്ക് പലഹാരത്തിന് കുറേ സമയമൊന്നും വേണ്ട, ഇഡ്ഡലിക്കല്ലേ. അപ്പോൾ നമ്മൾ വേഗം അതൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ബോണ്ടൊക്കെ നന്നായിട്ട് മൊരിച്ചെടുത്തു. പിന്നെ നമ്മൾ അതിന് ശേഷം പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കലും പിന്നെ നമ്മൾ നന്നാരി സർബത്ത് ഉണ്ടാക്കലും അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ അതൊക്കെ ഒന്ന് മൊരിച്ചെടുത്തു. ആ മൊരിച്ചെടുത്തതിൻ്റെ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നല്ല മൊരാന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴത്തേനും നമുക്ക് ബാങ്കൊക്കെ കൊടുക്കാനായിട്ടോ. അപ്പോൾ നമ്മൾ ടേബിളിലൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. മോമോസും നമ്മുടെ മസാല ബോണ്ടയും പിന്നെ നമ്മുടെ ഫ്രൂട്ട്സുകളും അതൊക്കെ റെഡിയാക്കി വെച്ചു. ജ്യൂസുകൾ, ഫ്രൂട്ട്സുകൾ, പിന്നെ നമുക്ക് കഴിക്കാനുള്ള സാമ്പാർ, പിന്നെ വേറെ ഒരു ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലി പിന്നെ ജ്യൂസുകൾ ഇതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോഴത്തേനും നമുക്ക് നോമ്പ് തുറക്കാനുള്ള ബാങ്ക് കൊടുത്തു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വേഗം നോമ്പ് തുറന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് നമ്മൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ മക്കളും ഉണ്ട്. മക്കൾ അവരവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മളെ ഓരോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ നോമ്പ് തുറയും കഴിഞ്ഞു, അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ അതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് മോമോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് മോമോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കണേക്കാട്ടിയും ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ എല്ലാവരും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ഇന്ന് നല്ല കുഴച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ
പോയിട്ട് പിന്നെ നമ്മൾ നിസ്കരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഇന്നത്തെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നവരാരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും മറക്കാതെ ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരാം. ബായ്.